നോക്കൌട്ടിലേക്ക് മുന്നേറുന്നതിന് മുമ്പുള്ള അവസാന പോരാട്ടം. മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ സ്കോട്ട്ലൻഡിനെ നേരിടാനിറങ്ങുമ്പോൾ കാനറി പടക്ക് മുന്നിൽ പ്രതീക്ഷകളും ആശങ്കകളും ഒരുപോലെയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ബ്രസീൽ ജേഴ്സിയിലേക്ക് മടങ്ങിയെത്തുമെന്ന സൂചന വരുമ്പോൾ പരിക്കേറ്റ റഫീഞ്ഞ കളിക്കില്ലെന്നത് തിരിച്ചടിയായി നിലനിൽക്കുന്നു. പരിക്കിൻ്റെയും കണ്ണീരിൻ്റെയും കനലുകളിൽ ചവിട്ടി നെയ്മർ ഡാ സിൽവ തിരിച്ചെത്തുന്നത് ആരാധകരെ കുറച്ചൊന്നുമല്ല ത്രസിപ്പിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വിനീഷ്യസ് ജൂനിയർ, മഥയൂസ് കുഞ്ഞ എന്നീ താരങ്ങളുടെ മികച്ച ഫോം കാനറികൾക്ക് പ്രതീക്ഷ പകരുന്നു. മറുഭാഗത്തോ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാന ടൂർണമെൻറ്റിനെ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാൻ ആൻഡി റോബർട്ട്സൺ നയിക്കുന്ന സ്കോട്ട്ലൻഡിന് ജീവൻ മരണ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും. നെയ്മർ തിരിച്ചെത്തുമ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ പ്ലാനിലെ മാറ്റങ്ങൾ എന്താകും? റഫീഞ്ഞയ്ക്ക് പകരം ആരെയാകും നിയോഗിക്കുക? പരിശോധിക്കാം. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം പ്ലേ മേക്കർ. ഇറ്റാലിയൻ പരിശീലകന്റെ തന്ത്രങ്ങളിൽ നെയ്മറിന് ഏറ്റവും അനുയോജ്യമായത് ഈ റോളാണെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ബ്രസീലിന്റെ ലോകകപ്പ് പ്രകടനത്തിൽ പ്ലേ മേക്കറുടെ അഭാവം തെളിഞ്ഞു കാണുന്നതും ഇതിന് അടിവരയിടുന്നു. ഇതോടെ ലൂക്കാസ് പക്കറ്റയ്ക്കൊപ്പമോ അല്ലെങ്കിൽ പകരമായോ നമ്പർ 10 റോളിൽ വരും മത്സരത്തിൽ നെയ്മറിനെ പരീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ ഇടതുവിങ്ങിൽ വിനീഷ്യസ് ജൂനിയറിനും വലതുവിങ്ങിൽ റയാൻ അല്ലെങ്കിൽ കളത്തിലിറങ്ങുന്ന മറ്റൊരു താരത്തിന് ഫ്രീ ആയി കളിക്കാനാകും. മധ്യനിരയിൽ നെയ്മർ കളിമനഞ്ഞാൽ കസിമിറോക്കും ബ്രൂണോ ഗിമരായസിനും അമിതഭാരം ഇല്ലാതാകുമെന്നും ആഞ്ചലോട്ടി കണക്ക് കൂട്ടുന്നു. നെയ്മർ മടങ്ങിയെത്തുന്നതോടെ നോക്കൌട്ടിലടക്കം മധ്യനിരയിൽ കളി നിയന്ത്രിച്ച് നിർത്തുന്നതോടൊപ്പം ഗോളിലേക്കുള്ള കില്ലർ പാസുകൾ വരുമെന്നതും ബ്രസീൽ പോസിറ്റീവായാണ് കാണുന്നത്. ഇനി മറ്റൊരു സാധ്യത പരിശോധിക്കാം. റഫീഞ്ഞയുടെ റോളിൽ നെയ്മറെ കളത്തിലിറക്കുക എന്നതാണ് ഒരു ഓപ്ഷൻ. റഫീഞ്ഞ കളിച്ചിരുന്ന വലത് വിങ്ങിൽ 34-കാരനെ നിയോഗിക്കുന്ന ഡിഷനിലേക്ക് കാർലോ കടക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. കരിയറിൻ്റെ തുടക്കകാലത്ത് വിങ്ങുകളിൽ കളിച്ച് പരിചയമുള്ള നെയ്മറിനെ ആ റോളിൽ തിളങ്ങാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പരിക്ക് മാറിയെത്തുന്നതാണ് ഇവിടെ താരത്തിന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതേസമയം ഹെയ്ത്തിക്കെതിരെ റഫീഞ്ഞയ്ക്ക് പകരമെത്തിയ യുവതാരം റയാൻ മോശമാക്കിയിട്ടില്ല. ഇതോടെ ഈ റോളിൽ 19-കാരനെ കളിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നെയ്മറെ വലതുവിങ്ങിൽ കളിപ്പിക്കുകയാണെങ്കിൽ നാച്ചുറൽ വിങ്ങറെ പോലെ ലൈനിലൂടെ മുന്നേറുന്നതിന് പകരം പന്തുമായി ബോക്സിലേക്ക് കട്ട് ചെയ്ത് കയറുന്ന ഇൻവേർട്ടർ വിങ്ങർ റോൾ കാർലോ ഏൽപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ വിനീഷ്യസുമായി ചേർന്ന് 1-to-1 പാസുകളിലൂടെ എതിർ ബോക്സ് ഭേദിക്കാനുമാകും. ലൂക്കാസ് പക്കറ്റ, ബ്രൂണോ ഗിമരായസ് എന്നിവരെ മിഡ്ഫീൽഡിൽ നിലനിർത്തി നെയ്മറിനെ ഫ്രീ ആക്കാനുള്ള തന്ത്രവും കാർലോ പരീക്ഷിച്ചേക്കും. ഫ്രീ റോൾ ലഭിക്കുന്നതോടെ ക്രിയേറ്റിവിറ്റിയുടെ അഭാവം കുറക്കാനുമാകും. നെയ്മർ മൈതാനത്ത് നിറഞ്ഞു കളിക്കുമ്പോൾ ഇടതുവിങ്ങിൽ വിനീഷ്യസിനും വലതുവിങ്ങിൽ റയാൻ അല്ലെങ്കിൽ മറ്റൊരു താരത്തിന് സ്പേസ് ഉണ്ടാക്കി നൽകാനുള്ള അവസരവും ഒരുങ്ങും. അപ്പോഴും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. റഫീഞ്ഞ കളത്തിലുള്ളപ്പോൾ വേഗതയേറിയ മുന്നേറ്റത്തിനൊപ്പം ഡിഫൻസീവ് ട്രാക്കിങ്ങും കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ നെയ്മറിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് ഡ്യൂട്ടിയിൽ താരത്തിന് വലിയ റോൾ ഏറ്റെടുക്കാനാവില്ല. പരിക്കുമാറിയെത്തുന്ന താരത്തിന് അമിതഭാരം ഏൽപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടിക്കും താൽപ്പര്യമുണ്ടാകില്ല എന്നുറപ്പ്. ഇതോടെ റൈറ്റ് വിങ്ങിൽ ഡിഫൻസീവ് ഡ്യൂട്ടി കൂടി ലക്ഷ്യമിട്ട് താരത്തെ ഇറക്കുകയാണെങ്കിൽ നെയ്മർ പ്ലേ മേക്കർ റോളിൽ തന്നെ ഇറങ്ങാനാണ് സാധ്യത. മുന്നേറ്റ നിരയിൽ മഥയൂസ് കുഞ്ഞയ്ക്കൊപ്പം സപ്പോർട്ടിംഗ് സ്ട്രൈക്കർ റോളിലോ അല്ലെങ്കിൽ ഫോൾസ് നയനായോ നെയ്മറിനെ ഉപയോഗിക്കാനാകും. എന്നാൽ ഈ സാധ്യതയിലേക്ക് കാർലോ കടക്കണമെങ്കിൽ വലിയ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം. മുന്നേറ്റ നിരയിൽ നെയ്മർ കയറി കളിക്കുമ്പോൾ ഇരു വിങ്ങുകളിലും ബ്രസീലിന് മികച്ച മുന്നേറ്റങ്ങൾ നടത്താനാകും. റഫീഞ്ഞയെ പോലൊരു താരത്തിൻ്റെ നഷ്ടം നികത്താൻ നെയ്മറിൻ്റെ അനുഭവ സമ്പത്തും ക്രിയേറ്റിവിറ്റിയും ടീമിനെ വലിയ ആശ്വാസമാകും. റഫീഞ്ഞയുള്ളപ്പോൾ പരമ്പരാഗതമായ 4-3-3 ശൈലിയിലായിരുന്നു ബ്രസീൽ കളത്തിലിറങ്ങിയിരുന്നത്. എന്നാൽ നെയ്മർ മടങ്ങിയെത്തുമ്പോൾ 4-2-3-1 ഫോർമേഷനിലേക്ക് മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. റഫീഞ്ഞയുടെ അഭാവത്തിൽ ടീമിൻ്റെ പ്രധാന അറ്റാക്കിംഗ് പോയിന്റ് ഇടതുവിങ്ങായിരിക്കും. ഇവിടെ വിനീഷ്യസ് നെയ്മർ കെമിസ്ട്രിയും പ്രധാനമാകും. വിനീഷ്യസിൻ്റെ അസാമാന്യ വേഗതയ്ക്കൊപ്പം നെയ്മറിൻ്റെ പ്ലേ മേക്കിംഗ് മികവ് കൂടി ചേരുമ്പോൾ ലോകകപ്പിലെ ഏറ്റവും അപകടകരമായ ലെഫ്റ്റ് ഫ്ലാങ്കായി ഇത് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. നെയ്മർ വിനീഷ്യസിലേക്ക് നീട്ടി നൽകുന്ന ത്രൂ ബോളുകൾ തടഞ്ഞു നിർത്തുക എന്നത് എതിർ പ്രതിരോധ താരങ്ങൾക്ക് വലിയൊരു കടമ്പ തന്നെയായി മാറും. അപ്പോഴും ബ്രസീൽ നിരയിൽ ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. കളിക്കളത്തിൽ നിരന്തരം ഓടിയെത്തി പന്ത് റിക്കവർ ചെയ്യാൻ സഹായിക്കുന്ന താരമാണ് റഫീഞ്ഞ. എന്നാൽ ദീർഘകാലത്തെ പരിക്കിന് ശേഷം മടങ്ങിയെത്തുന്ന നെയ്മറിനെ ഈ രീതിയിൽ പ്രസ് ചെയ്ത് കളിക്കുന്നതിന് പരിമിതികളുണ്ട്. ഇത് മിഡ്ഫീൽഡിന് കൂടുതൽ ജോലിഭാരം നൽകുമോ എന്നതും ചോദ്യമായി നിലനിൽക്കുന്നു. റഫീഞ്ഞയില്ലാത്ത സാഹചര്യത്തിൽ സെറ്റ് പീസ് എടുക്കാനുള്ള പൂർണ്ണ ചുമതലയും നെയ്മർക്ക് തന്നെയാകും. കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്ന നെയ്മറിനെ സംബന്ധിച്ച് ഒട്ടും എളുപ്പമല്ല കാര്യങ്ങൾ. എതിരാളികൾ മുതൽ സ്വന്തം പ്രസിഡന്റ് വരെ വിമർശിക്കാൻ കാത്തിരിക്കുകയാണ്. അപ്പോഴും ടീമിൽ അന്തരീക്ഷം അയാൾക്ക് പ്രതീക്ഷ നൽകുന്നു. ഞങ്ങൾക്കിതുവരെ ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കാൻ സാധിച്ചിട്ടില്ല, എന്നാൽ പടിപടിയായി ഞങ്ങൾ മെച്ചപ്പെടുന്നുണ്ട്. നെയ്മറുടെ തിരിച്ചുവരവോടെ ബ്രസീൽ ഒരുപാട് മെച്ചപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. മുൻ ഇതിഹാസ താരം റോബർട്ടോ കാർലോസിൻ്റെ വാക്കുകൾ അച്ചട്ടായി മാറട്ടെ.